നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വർഷത്തെ ഓണക്കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും തന്നെ ആവശ്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട പല പലഹാരങ്ങളിലും ചേർക്കുന്ന ഒരു സംഗതിയാണ് ശർക്കര. നമ്മുടെ നാട്ടിലെ നാടൻ ശർക്കരയാണ് ഇന്ന് അധികം കിട്ടാനില്ലാത്തത്. നല്ല ശുദ്ധമായ ശർക്കര കിട്ടാനില്ലാത്ത ഒരവസ്ഥയുണ്ട്. എന്നാൽ നാടൻ ശർക്കര ഉണ്ടാക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ആളുകൾ എത്തി ശർക്കര വാങ്ങിക്കാറുള്ള കോട്ടയത്തെ ഒരു ശർക്കര നിർമ്മാണ യൂണിറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അഞ്ചാലുമൂട് മലപ്പുറം പെരിന്തൽമണ്ണ മണർകാട് കിടങ്ങൂർ റോഡിലെ പാതുവ ജംഗ്ഷന് അടുത്തുള്ള കുഞ്ചരക്കാട്ടിൽ ജോസ് സാറിൻ്റെ, അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ശർക്കര നിർമ്മാണ യൂണിറ്റിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ഓണക്കാലത്ത് നമുക്കറിയാം, പായസം ഉണ്ടാക്കാനും ശർക്കര വരട്ടി ഉണ്ടാക്കാനും മധുരക്കറി ഉണ്ടാക്കാനും ഇഞ്ചിക്കറി ഉണ്ടാക്കാനും ഒക്കെ ശർക്കര ഒഴിച്ചുകൂടാനാകാത്ത ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ശർക്കരയ്ക്ക് ഒരു വർദ്ധിച്ച ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിനായി കൂടുതൽ ഉൽപ്പാദനം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നോ രണ്ടോ ജീവനക്കാരെ അധികം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഓണക്കാലത്തെ ഈ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് അത് മീറ്റ് ചെയ്യാനായിട്ട്, കൂടുതൽ ശർക്കര ഉണ്ടാക്കാനായിട്ട് കുറച്ച് ജീവനക്കാരെ അധികം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ജോസാറിൻ്റെ കുഞ്ചരക്കാട്ടിൽ ശർക്കര നിർമ്മാണ യൂണിറ്റിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് കുഞ്ചരക്കാട്ടിൽ ജാഗറി പ്രോഡക്ട്സിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീ ജോസ് കെ എബ്രഹാമാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാനുണ്ടായിരുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ, യൂണിറ്റ് എങ്ങനെ പോകുന്നു, ശർക്കരയ്ക്ക് ജനങ്ങൾക്കുള്ള ഇടയിലുള്ളൊരു പ്രിയം, ഈ വക കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സാർ. ഞാൻ അയർക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. റിട്ടയർ ചെയ്തിട്ടിപ്പോൾ 11 വർഷമായി. റിട്ടയർമെൻറ്റിന് ശേഷം എൻ്റേതായ ഒരു സംഭാവന എന്തെങ്കിലും ജനസമൂഹത്തിന് നൽകണമെന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത്. ശുദ്ധമായ ശർക്കര മാർക്കറ്റിൽ ലഭ്യമല്ല. ഈ വസ്തുത ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന് എന്നാലാവുന്നൊരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശർക്കര നിർമ്മാണ രംഗത്തേക്ക് വന്നത്. എൻ്റെ പിതാവും പിതാമഹനും കരിമ്പ് കൃഷിക്കാരും ശർക്കര നിർമ്മാതാക്കളുമായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ കരിമ്പ് കൃഷിയെക്കുറിച്ചും ശർക്കര നിർമ്മാണത്തെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു. ആ അറിവ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പിന്നെ ഞാൻ ആഗ്രഹിച്ചു റിട്ടയർമെൻറ്റിന് ശേഷം. അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. ഏത് വർഷമായിരുന്നു തുടങ്ങിയത്? ഇത് 2014 തുടങ്ങി. അപ്പം അതിനുശേഷം ഇങ്ങോട്ടൊരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഓരോ കിലോ ശർക്കരയും ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശുദ്ധമായ ശർക്കര ജനങ്ങൾക്ക് കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിൽ എനിക്കുണ്ട്. അത് ഓരോ കിലോ ശർക്കര കൊടുക്കും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. സാധാരണ ഒരു കടയിൽ നിന്ന് ഒരാൾ ശർക്കര ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന പോലെ അല്ല. നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ പ്രദാനം ചെയ്യുന്ന ഒരു തൊഴിലാണിത്. ഇവിടുന്ന് ശർക്കര മേടിക്കാറുണ്ടോ? നേരത്തെ ഈ റൂട്ട് പോകുമ്പോഴത്തേക്കും മേടിക്കാറുണ്ട്. പലരും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടാറുണ്ട്. നല്ല ശർക്കരയാണ്, ക്വാളിറ്റിയുള്ള. എവിടെ വീട്? എവിടെ? വൈക്കം. ഇവിടുന്ന് ശർക്കര സാധാരണ മേടിക്കാറുണ്ടോ? ഉണ്ട്. ഞങ്ങളൊരു 3 years ആയിട്ട് ഇവിടുന്ന് വാങ്ങാറുണ്ട്. അപ്പൊ എവിടെ വീട്? എവിടെ? വീട് ചങ്ങനാശ്ശേരിയില, പഠിക്കുന്ന തൊടുപുഴയില. അപ്പം പോകുന്ന ഈ റൂട്ടാ. അപ്പം പോകുമ്പോ 3 years ആയിട്ട് ഇവിടുന്ന് മേടിക്കാം. ഇവിടുത്തെ ശർക്കര എങ്ങനെയുണ്ട്? നല്ലതാ, നല്ല ശർക്കരയാ. ഇവിടെ 2 തരം ശർക്കര ഉണ്ടെന്നാ കേട്ടിരിക്കുന്നത്. ഇതിലേതാ സാധാരണ മേടിക്കാറുള്ളത്? ഞങ്ങള് രണ്ടീന്നും ഓരോ സെറ്റ് മേടിക്കും. പായസം വെക്കാനുള്ളത് വേറെ, ഇഞ്ചി പുളിയൊക്കെ വെക്കാനുള്ളത്, നീരൊക്കെ ചേർത്ത് അത് വേറെ. ശരി. ഈ ഓണക്കാലത്ത് ശർക്കരയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. ശുദ്ധമായ ശർക്കര ജനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ശർക്കര ഇഷ്ടം പോലെ നമ്മൾ മാർക്കറ്റിൽ കിട്ടും. നമ്മുടെ ഈ മാർക്കറ്റിംഗ് രീതികൾ എന്ന് പറയുമ്പോഴേ അത്യാവശ്യം കുറച്ച് യൂട്യൂബ് വീഡിയോകളിൽ കണ്ടൊഴിച്ചാൽ വലിയ വലിയ പരസ്യങ്ങളോ പത്ര പരസ്യങ്ങളോ ടെലിവിഷൻ പരസ്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇതെത്തുന്നത്? കടകൾ വഴി നമ്മൾ കടകൾക്ക് സപ്ലൈ ഉണ്ടോ അതോ നേരിട്ട് വരുന്നവർക്ക്? ഒരു കടയ്ക്കും കൊടുക്കാൻ മാത്രമുള്ള ശർക്കര നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇല്ല. നമ്മളിവിടെ ശർക്കര ഉണ്ടാക്കുന്നു, തട്ടുകട ദോശ ഉണ്ടാക്കി വിൽക്കുന്ന പോലെ വിൽക്കുന്നു. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് ജനത്തിന് കാണാൻ പറ്റും. അവർ കണ്ടു ബോധ്യപ്പെട്ട് മേടിക്കുക.
അതാണ് നമ്മൾ കച്ചവട തന്ത്രം. നമ്മുടെ ഏക ഔട്ട്ലെറ്റ് ഇതാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ചേട്ടൻ തന്ന ശർക്കര കഴിച്ചോ? എങ്ങനെയുണ്ട്? ആണ് നിങ്ങളൊന്ന് മലപ്പുറത്ത് വിട്ടു പോയല്ലോ നല്ല ശർക്കര? ആണ്. എന്താ ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയ കഴിച്ചപ്പോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് സാധാരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ചുമ്മാ എടുത്തിങ്ങനെ ഓരോ കഷ്ണം എടുത്തിങ്ങനെ കഴിക്കുമോ അതോ അടയൊക്കെ ഉണ്ടാക്കുമോ? ചായയിൽ ചേർത്ത് കഴിക്കും. അത് ശരി. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശർക്കര ഉണ്ടാക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണോ ശർക്കര ഉണ്ടാക്കുന്നത് കാണുന്നത്? അപ്പൊ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുള്ള കാഴ്ചകളാ അല്ലേ? ഒരുപാട് കാണാനുണ്ട്. ഓക്കെ. അപ്പൊ ഇനി സ്കൂളിൽ ചെന്ന് എല്ലാവരോടും പറയണം ഞങ്ങൾ ശർക്കര ഉണ്ടാക്കുന്ന കണ്ടെന്ന് പറയണേ. എനിക്ക് 20 ഏക്കർ കരിമ്പ് കൃഷി ഈ പ്രദേശത്തുണ്ട്. കരിമ്പ് വെട്ടി ഈ ചക്കിൻ്റെ സഹായത്താൽ ആട്ടി അതിൻ്റെ ജ്യൂസ് എടുക്കും. ആ ജ്യൂസിൽ കുറേ വെള്ളമുണ്ട്. ആ വെള്ളം വറ്റിക്കുന്ന പണിയാണ് ഈ പുരയ്ക്കകത്ത് നടക്കുന്നത്. അത് ആ ജ്യൂസ് പാത്രത്തിലാക്കി തിളപ്പിക്കുമ്പോൾ ആ ജ്യൂസിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തു. ബാക്കി അടിയുന്നത് എന്താണോ അതാണ് ശർക്കര. ആ ശർക്കര അവലോസുണ്ട പിടിക്കും പോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കും. ഇതിപ്പോ നമ്മൾ നമ്മുടെ കരിമ്പൻ തോട്ടത്തിൽ നിന്ന് കരിമ്പൻ പാടത്തു നിന്ന് നേരിട്ട് എത്തിച്ചതാണ്. ഇത് ഇവിടുന്ന് ആവശ്യം പോലെ ചക്കിലേക്ക് കയറ്റും, ജ്യൂസ് ആക്കും. അത് കഴിഞ്ഞ് ജ്യൂസ് കോരി അവിടെ കൊണ്ട് തിളപ്പിച്ച് പറ്റിക്കും. അതാണ് നടക്കുന്നത്. നമുക്കെന്നാൽ ഇനി അകത്തേക്ക് പോവാം. പിന്നെ ഇപ്പോൾ ഈ നോയമ്പ് കാലം വരുന്നുണ്ട്. 8 നോയമ്പ് വരുന്നതുകൊണ്ട് ഇത്തിരി പ്രാവശ്യം ഉണ്ടാക്കിയേക്കാവുന്നൊരു അതിനുവേണ്ടി ഞാൻ മേടിച്ചതാണ്. പിന്നെ എനിക്ക് ഈ മധുരമൊന്നും പറ്റിയതല്ല. ചെറിയ ഷുഗറിൻ്റെ ഇവിടെ ഇപ്പോൾ 2 തരം ശർക്കര ഉണ്ടെന്ന് അറിയാം. 2 തരം ശർക്കരയുണ്ട്. അതിൽ നല്ല ശർക്കര ഇതാണ്. ഇതിനകത്ത് പിന്നെ ഏലക്കായും ജീരകവും അതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. എങ്ങനെയാണ് സാറിൻ്റെ പേര്? എൻ്റെ പേര് മാത്യു. ഇവിടുന്ന് ശർക്കര പതിവായിട്ട് മേടിക്കാറുണ്ടോ? പതിവായിട്ട് മേടിക്കാറുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ഇതിന്റെ ഉടമസ്ഥൻ ജോസ് സാറിന്റെ ക്ലാസ്മേറ്റ്സ് കൂടി അല്ലേ? ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ അയലോക്കമാണ്. അത് ശരി. ഒരടവപ്പള്ളിയാണ്. ഓ അത് ശരി. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇവിടുത്തെ ശർക്കരയ്ക്ക് എന്താ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്? നാടൻ ശർക്കരയുടെ ഇത് തന്നെ ആണ്. നല്ല ശർക്കര. നല്ലത്. ശരി. എത്രയുള്ളതെന്ന് ഈ ജ്യൂസ് എടുക്കുക, ജ്യൂസ് തിളപ്പിക്കുമ്പോൾ ഈ ജ്യൂസിലുള്ള വെള്ളം നീരാവിയായി ഇതുപോലെ മുൾപ്പുറത്തേക്ക് ഇത് കുറുകും നന്നായിട്ട്. കുറുക്കുക എന്നാ പറയുക. ഇത് എത്ര ലിറ്ററിന്റെ? ഇതൊരു 80 ലിറ്റർ. 80 ലിറ്റർ. ഈ 80 ലിറ്ററിൽ നമ്മൾ കരിമ്പനീര് കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് എത്ര കിലോ ശർക്കര കിട്ടും? ഇത് ഒരു 25 കിലോ. ഈ ചണ്ടിയൊക്കെ നമ്മൾ എങ്ങനെയാ ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഉപയോഗിക്കുന്നുണ്ടോ? ഇതിപ്പോ ഈ ഒരു അടുപ്പിൽ മാത്രമേ നമ്മൾ തീ ഇടുന്നുള്ളൂ. ആ പാത്രത്തില് ഇങ്ങനെ ആ തീ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ശരി. അതിന്റെ ഉദ്ദേശം ഇതിനൊരു സയന്റിഫിക് പ്രിൻസിപ്പിൾ ഉണ്ട്. സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് ബാഷ്പീകരണ നിരക്ക് കൂടും. ഇപ്പൊ ഒരു ചെമ്പ് ആവിച്ചെമ്പെന്ന് അവിടെ പറയുക. ആവിയല്ല ആക്ച്വലി. ആ തീ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അത് ഈ ചണ്ടി നമുക്ക് തീ കൂട്ടാനായിട്ട് ഇവിടെ ഉപയോഗിക്കും. ചണ്ടി ഇന്ധനം ചണ്ടിയാണ്. കൊല്ലത്തുനിന്ന് ശർക്കര വാങ്ങിക്കാൻ മാത്രം കോട്ടയത്തുള്ള കിടങ്ങൂരിലുള്ള പാതുവായിൽ വന്ന ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു ചേട്ടനെയാണ് നമ്മളിവിടെ കാണുന്നത്. ചേട്ടൻ എങ്ങനെ ഈ ശർക്കര മേടിക്കാൻ മാത്രമായിട്ട് ഇവിടെ വരുന്നതിന്റെ കാര്യം എന്നാ? നല്ല ശർക്കര കൂടുതലായിട്ട് മേടിച്ചോണ്ടോ? 8 കിലോ വരെ മേടിച്ചോണ്ട് പോകും അല്ലേ? അതെങ്ങനെയാ? ഒരു 2 മാസം കൂടുമ്പോൾ വരുമോ? എങ്ങനെയാ അതിന്റെ? 6 മാസം കൂടുമ്പോൾ. 6 മാസം കൂടുമ്പോൾ വരുമ്പോൾ ഒരു 8-10 കിലോ ഒക്കെ മേടിച്ചോണ്ട് പോകും അല്ലേ? അത്ര ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ശർക്കര? എങ്ങനെയാ ഇവിടുത്തെ ശർക്കരയെ കുറിച്ച് അറിഞ്ഞ എങ്ങനെയാ? ഞാൻ യൂട്യൂബിൽ ആണ്. അങ്ങനെ കണ്ടറിഞ്ഞ് വന്നതാണ്. അത് ശരി. അപ്പൊ ഇത് ഈ കൊണ്ടുപോകുന്ന 8 കിലോ ബന്ധുക്കൾക്ക് കൊടുക്കുമോ അതോ സ്വന്തം ആവശ്യത്തിനാണോ? കൊടുക്കും. സ്വന്തം ആവശ്യം. കൊല്ലത്ത് എവിടെയാ വീട്? അഞ്ചാലുമൂട്. ഇത് ഓണത്തിനുള്ള ശർക്കരയാണ്. എന്നാ പരിപാടി ഓണത്തിന്? പായസം ഉണ്ട്. 2 കൂട്ടം പായസം ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് ഈ ശർക്കരയ്ക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടുന്ന് വരാറുള്ളപ്പോൾ ഇവിടെ മേടിക്കാറുണ്ട്. ഇപ്പൊ ഏതാ മറ്റേ ജീരകം ചേർത്ത ശർക്കരയാണോ? അല്ല, ഞാൻ സാധാരണ ശർക്കരയാണ് മേടിക്കുന്നത്. 1 കിലോ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നതിന് ശർക്കര ആക്കുന്നതിന് വേണ്ടി മാത്രം 50 രൂപ ചെലവാ. അതേസമയം അതിന് ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റിയ സംവിധാനമുണ്ട്. 15 രൂപയുള്ള 1 കിലോയ്ക്ക്. ഇവിടെ എന്താ നമുക്ക് ആ ചെലവ് കൂടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് പ്രാചീനമായ രീതിയാണ്. മറ്റേത് കുറച്ചുകൂടി മോഡേണൈസ് ചെയ്തതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അവിടെ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ വലുതാ. അതായത് ഉപയോഗിക്കുന്ന നമുക്ക് ഇവിടെ 80 ലിറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ 200 ലിറ്റർ 300 ലിറ്ററോളം ഉപയോഗിക്കും. 300 ലിറ്റർ. ഇതിങ്ങനെ ഇത് കൂട്ടിയതിന് ശേഷം കൈകൊണ്ട് ഉരുട്ടും. അപ്പൊ അതിന് പ്രത്യേകിച്ച് അളവ് വല്ലതും ഉണ്ടോ? ഈ ഓരോ കൈക്ക് എടുക്കുന്നത് നമ്മൾ അവലോസുണ്ട പിടിക്കുന്നത് എങ്ങനെയാ? അളവ് നോക്കുക. ഒന്നുമല്ല. അതുപോലെ
ഇത് ഉരുട്ടിക്കഴിഞ്ഞാൽ ഇത് ശർക്കരയാക്കി നമുക്ക് കൊടുക്കാറാകുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് ഉപയോഗിക്കാറാകുന്നത് എത്ര സമയം കൊണ്ടാ? അരമണിക്കൂർ മതി. അരമണിക്കൂർ അതുകൊണ്ട് സെറ്റ് ഉരുട്ടി എപ്പോ വേണേലും എടുത്ത് കൊടുക്കാം. സെറ്റായി അത് സെറ്റായി. ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഈ ഒരു കരിമ്പ് ജ്യൂസ് ആക്കി ഇവിടെ എത്തിച്ച് ഇത് കുറുക്കി ഇതുപോലെ ഉരുട്ടി ഇതുപോലെ വിരിച്ച് അത് കഴിഞ്ഞ് അതിൽ നിന്ന് എടുത്ത് ഉരുട്ടി ഇതൊരാൾക്ക് കൊടുക്കാറാകുന്ന അത് എത്ര സമയം കൊണ്ടാണ് മൊത്തം ആകുന്നത്? ജ്യൂസ് ആകുന്നത് മുതൽ ഇവിടെ വരെ 4 മണിക്കൂർ. 4 മണിക്കൂർ. ഇതിലെ പോകുമ്പോൾ തന്നെ ഞാൻ നെടുമ്പശ്ശേരിക്കൊക്കെ പോകുമ്പോൾ തന്നെ ഇവിടെ ഇറങ്ങി മേടിക്കും. ഞാൻ മേടിച്ചിട്ടുണ്ട്, 1-2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാമല്ലോ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ആകുമ്പോൾ തന്നെ. ശർക്കരയുടെ വിലയൊക്കെ എങ്ങനെയാ? ശർക്കര സാധാ ശർക്കരയ്ക്ക് 1 കിലോയ്ക്ക് 200 രൂപ. ചുക്ക് ജീര ഏലക്കയൊക്കെ ഇട്ട് ശർക്കരയ്ക്ക് അതിന് 220 രൂപ കിലോയ്ക്ക്. ശരി. ഏതിനാ കൂടുതൽ ഡിമാൻഡ് വരുന്നത്? സാധാ ശർക്കരയ്ക്ക്. എന്തിനും ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഈ ഓൺലൈൻ സെല്ലിംഗ് ഉണ്ടോ? ഉണ്ട്. അത് എങ്ങനെയാ ചെയ്യുന്നത്? അതിപ്പോ കൊറിയർ ചാർജുകൾ തന്നു കഴിഞ്ഞാൽ എവിടെ വേണേലും എത്തിക്കും. കൊറിയർ രാജ്യത്തിനകത്തും പുറത്തും എത്തിക്കും. ഇതിന്റെ ദൂര ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ കൊല്ലത്തുനിന്ന് ഇത് വാങ്ങാൻ വേണ്ടി മാത്രം രാവിലെ ട്രെയിനിൽ വന്ന് പിന്നെ ഇവിടുന്ന് ബസ്സിന് കയറി ഇവിടെ ഇറങ്ങിയിട്ട് വന്ന ഒരാളെ കണ്ടു. അതുപോലെ മലപ്പുറത്തുനിന്ന് വന്ന ഒരാളെ കണ്ടു, ഹരിപ്പാടുന്ന് അവരെ എങ്ങനെയോ അറിഞ്ഞു കേട്ട് വന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്ക് വേറെ എവിടുന്നൊക്കെ കേരളത്തിന്റെ മറ്റു ദൂരപ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഡെയിലി 150 പേര് ശരാശരി ഇവിടെ വന്ന് ശർക്കര വാങ്ങുന്നുണ്ട്. ഇവിടുന്ന് ശർക്കര നേരത്തെ മേടിച്ചിട്ടുണ്ടോ? നേരത്തെ മേടിച്ചിട്ടുണ്ട്. എവിടെ വീട് എവിടെ? ഞങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണ. അപ്പം ഇവിടെ ഞങ്ങൾ ഗസ്റ്റ് നമ്മുടെ റിലേറ്റീവ്സിനെ കാണാനും ഒരു ആലപ്പുഴ ട്രിപ്പ് പോയിട്ട് ഇറങ്ങി ഇനി അങ്ങനെ മടങ്ങി പോവുക ആണ്. അത് എത്ര നാളായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ശർക്കര മേടിക്കുന്നുണ്ട്? ഞാനിവിടെ ഒരു 3-4 വർഷമായിട്ട് ഇതിലെ പാസ് ചെയ്യുമ്പോൾ ശർക്കര വാങ്ങിപ്പോകും. എങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ശർക്കര ഉണ്ടെന്നുള്ള അറിഞ്ഞില്ല. ആദ്യം ഞങ്ങൾ ഇതുപോലെ ബോർഡ് കണ്ട് കയറിയതാ. പിന്നെ അതിന്റെ ആ ടേസ്റ്റും ക്വാളിറ്റിയും നമ്മളെ വീട്ടിൽ നോർമൽ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷെ അത് തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണ്. ഇതുകൊണ്ടുപോയി നമ്മൾ കാപ്പിയിലൊന്നും ആഡ് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു പീസ് എടുത്ത് കഴിക്കാനേ നമുക്ക് തോന്നാറുള്ളൂ. അത്ര നല്ല ശർക്കരയാണ്. ആ ടേസ്റ്റും ഉണ്ട്. അത് ഇതും കൂടെ സ്ഥിരം ടേസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി, അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ആ ഏലക്കായിട്ട് സാധനമൊക്കെ നമ്മൾ വെറുതെ വീട്ടിൽ കൊണ്ടുപോയി എപ്പോഴേലൊക്കെ പീസാക്കി എടുത്ത് കഴിക്കാറുള്ളൂ. അല്ലാതെ മറ്റു ഭക്ഷ്യസാധനങ്ങളിൽ ഉപയോഗിക്കാറില്ല. കാരണം നമുക്ക് അങ്ങനെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ എപ്പോഴേലൊക്കെ വരുമ്പോൾ അതേപോലെ ശർക്കര വാങ്ങി പോകാറുണ്ട്. വരുമ്പോൾ 2-3-4 കിലോ ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ പതിവ്. ഇപ്പൊ എന്റെ ഒപ്പം വന്നവരൊക്കെ എന്റെ ബ്രദേഴ്സാണ്. അവരെ ഒരാൾ ദുബായിലാണ്, ഒരാൾ UK യിലാണ്. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് ഇപ്പൊ നമ്മൾ മേടിക്കുകയാണ്. കുഞ്ചരക്കാട്ടിൽ ജാഗറി പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ അതിന്റെ പ്രൊപ്പറേറ്റർ കൂടിയായ റിട്ടയർഡ് അധ്യാപകനായ ജോസാർ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പം ഓണം വിപണിയെ വരവേൽക്കാനുള്ള തകൃതി പണിയിലാണ് ഇവിടുത്തെ ജീവനക്കാരും. അതുപോലെ അവരുടെ കൂടെ സദാസമയവുമുണ്ട് ജോസാറ്. നാച്ചുറൽ ശർക്കര വിപണിയിൽ കിട്ടുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ശർക്കര കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ആ ശർക്കര തന്നെ അവർ പല രീതിയിലുള്ള അഡൾട്രേഷനിലൂടെയാണ് ശർക്കര നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ എത്തുന്നത്. നമ്മൾ അങ്ങനെയുള്ള ശർക്കരകളാണ് വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏറ്റവും ശുദ്ധമായ ശർക്കര, അതും നമ്മുടെ കൺമുമ്പിൽ കരിമ്പാട്ടി അതിൻ്റെ ജ്യൂസ് എടുത്ത് അത് കുറുക്കി അത് ഇങ്ങനെ നിരപ്പെ ഒഴിച്ച് അത് കുറുകുന്നത് മറ്റേ ആറുന്നതിനനുസരിച്ച് തണുത്ത് വരുന്നതിനനുസരിച്ച് കൈകൊണ്ട് തന്നെ എടുത്ത് അതൊരു ഉരുളയാക്കി ആ ഉരുള ഉറഞ്ഞ് അത് ശർക്കര പരുവമാകുമ്പോൾ അത് ആളുകളിലേക്ക് കൊടുക്കുന്നതാണ്. കുഞ്ചരക്കാട്ടിൽ ജാഗറി പ്രോഡക്ട്സിന് വേറെ ഔട്ട്ലെറ്റുകളില്ല, അവരെ കടകളിൽ വിൽക്കുന്നില്ല. ഇവിടെ വരുന്നവർക്ക് ഈ ഒരു യൂണിറ്റും ഇതിനടുത്ത് തന്നെ വേറെ 2 യൂണിറ്റും ഉണ്ട്. ഈ 2 യൂണിറ്റുകളോട് ചേർന്നുള്ള ഔട്ട്ലെറ്റുകളിൽ കൂടി മാത്രമാണ് കുഞ്ചരക്കാട്ടിൽ ജാഗറി പ്രോഡക്ട്സിൻ്റെ ശർക്കര ആളുകളിലേക്ക് വിപണിയിലേക്ക് എത്തുന്നത്. കുഞ്ചരക്കാട്ടിൽ ജാഗറി പ്രോഡക്ട്സിനും അതിൻ്റെ പ്രൊപ്പറേറ്ററായ ജോസാറിനും ഇവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു ഓണം ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.